വയോധികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. 78 വയസ്സുള്ള അല്ലിയുടെ മൃതദേഹമാണ് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത മകൻ പ്രദീപിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മരിച്ച ശേഷം മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മൊഴി. കൊലപാതകമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. സൈഫുനിസ അലിയ നൽകും വിവരങ്ങൾ. സൈഫുനിസ, മദ്യലഹരിയിലായിരുന്ന മകൻ അമ്മ മരിച്ചതറിഞ്ഞപ്പോൾ മറ്റാരെയും വിളിക്കാതെ കുഴിച്ചിട്ടതാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, ഈ മരിച്ച ശേഷം കുഴിച്ചിട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. പ്രാഥമിക നിഗമനം സ്വാഭാവികമായ മരണം ആണ് എന്നുള്ളതാണ്, കൊലപാതകം അല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇയാൾ മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. വീടിന് മുൻപിൽ തന്നെയുള്ള ഈ കുഴിയിലാണ് മൃതദേഹം. ഇവിടെ മണ്ണ് മാറ്റി നീക്കിയ ശേഷമാണ് കുഴിച്ചിട്ടത്. വലിയ ആഴത്തിലുള്ള കുഴി ആയിരുന്നില്ല. പോലീസ് എത്തി ഇയാളെ കൊണ്ട് തന്നെ ഇത് മണ്ണ് മാന്തി മൃതദേഹം പുറത്ത് എടുക്കുകയായിരുന്നു. അതിനുശേഷം മണിക്കൂറുകളോളം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ദേഹത്ത് അങ്ങനെ എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പറയുന്നത്. നിലവിൽ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഈ പ്രദീപും ഒപ്പം 78 വയസ്സുള്ള അല്ലിയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇന്ന് ഇയാൾ മദ്യപിച്ച് സമീപത്തെ വീട്ടിലെത്തി മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ അടുത്തുള്ള വീട്ടുകാർ ഇയാൾ ഒരു മണ്ണിൽ മാന്തുന്നത് പോലെ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾ കൗൺസിലറുമായി സംസാരിക്കുകയും ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തതോടെയാണ് ഈ മകൾ വിവരം അറിഞ്ഞത്. പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഈ കുറച്ച് ദിവസങ്ങളായി അമ്മയുമായി മകൾ സംസാരിച്ചിരുന്നില്ല. കാരണം ഈ അമ്മയുടെ ഫോൺ മകന്റെ കൈവശമല്ല ഉണ്ടായിരുന്നത്. സഹോദരി വിളിച്ചു കഴിഞ്ഞാൽ ഈ പ്രദീപ് ഭയങ്കര മോശമായി വീട്ടിൽ ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ മകളോട് അമ്മ വിളിക്കരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മദ്യപിക്കാത്ത സമയത്ത് പ്രദീപ് നല്ല രീതിയിലാണ് ഇവിടെ ആളുകളോട് സംസാരിച്ചിരുന്നതെന്നാണ് സമീപത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയും അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകിയ ശേഷം തിരിച്ചു കൊണ്ടുവന്നാണ്. ഈ പ്രമേഹ രോഗിയാണ്. 2 കാലുകൾക്കും പഴുപ്പ് മൂലമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു അല്ലി. ഇന്നലെയും ഈ ആശുപത്രിയിലേക്ക് അല്ലിയുടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയതാണ്. ഇപ്പോൾ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് മരണശേഷം മൃതദേഹം ഇയാൾ മദ്യലഹരിയിൽ വീടിന് മുൻപിൽ തന്നെ കുഴിച്ചിട്ടു എന്നുള്ളതാണ്. ആ രീതിയിലാണ് പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പൂർണ്ണമായൊരു സ്ഥിരീകരണം കൃത്യമായും ലഭിക്കുവാനായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഇവിടെ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. മൃതദേഹം ഉടൻ തന്നെ ആംബുലൻസിലേക്ക് മാറ്റി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുള്ളൂ. പക്ഷേ പ്രാഥമിക നിഗമനം കൊലപാതകം അല്ല എന്നുള്ളത് തന്നെയാണ് സുജയ. ശരി, സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.